പ്രചരിപ്പിക്കാണല്ലോ. കുറേ ശിർക്ക് എല്ലാ നേർച്ചയും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിന്റെ പുറമെ അപ്പുറത്തതും പ്രചരിപ്പിക്കണേ. ഇനിയോ തീർന്നോ? ഏറ്റവും കടുത്ത പാപമായ പലിശക്ക് നിങ്ങൾ പരസ്യം കൊടുക്കുന്നില്ലേ? ഞാൻ ഇവിടെ മുമ്പൊരിക്കൽ ഒരു പരസ്യം വായിച്ച പേരോട് പറഞ്ഞു അത് ചുരുങ്ങിയ പലിശ എന്നാണ്. അതിപ്പോ പലിശ ചുരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം കൊടുത്ത ആൾക്കാർക്ക് നല്ലതല്ലേ അന്ന് മൂപ്പരേന് പറഞ്ഞ ന്യായം. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, കയ്യിൽ തടിയും ഉയർന്ന പലിശയും വരുന്ന് വന്നു. ഇനി കേട്ടോളീൻ, നിക്ഷേപങ്ങൾക്ക് അധിക പലിശ ഒരു പത്രത്തിലാണ്. ഇനി വേറൊരു ദിവസത്തെ പത്രത്തിൽ ഉയർന്ന പലിശ 11% വരെ നിക്ഷേപകർക്ക് മികച്ച നേട്ടം. അതും കഴിഞ്ഞാൽ വേറൊന്ന് കേട്ടോളിൻ, എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്കും, മറ്റുള്ളവർക്ക് 1 വർഷത്തെ നിക്ഷേപത്തിന് 3 വർഷത്തേക്ക് ഇത്ര, അതുപോലെ തന്നെ ഓരോ വർഷത്തേക്ക് ഇത്ര കൃത്യമായ കണക്ക് എനിക്ക് വായിക്കാൻ നേരല്ല. അപ്പൊ ഉയർന്ന പലിശയുടെ നിരക്കാണ് പറയുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയായി? ശിർക്കിന്റെ പ്രചരണമായി. പറയണം, സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ, ആധികാരിക ശബ്ദം, ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ശബ്ദം. SYS-ഉം പൂരകമാണ്, അതുപോലെ തന്നെ സിറാജും പൂരകമാണ്. അതുപോലെ തന്നെ സാത്വികരായ പണ്ഡിതന്മാരുടെ തൂവെണ്മയാർന്ന വാക്കുകൾ, ആത്മീയ നേതൃത്വത്തിന്റെ കൈവെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആ കൃത്യമായ അക്ഷരക്കൂട്ടുകൾ. എന്താ ആര്യനെഴുത്തായി പറഞ്ഞതൊക്കെട്ടോ. ശുദ്ധ മലയാളം സംസാരിക്കുന്നവരെ കൂട്ടത്തിൽ, പയക്കം പറയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലായിനി എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, ഒക്കെ മാറ്റാണ് അല്ലേ? അപ്പോ ഇനി ഇതൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ വരാൻ പോകുന്നവരെന്താ? ഇപ്പോ പലിശയുടെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ പേരോടിന് ഫോറിൻ സാധനം കൊണ്ടുവന്നത് സമർപ്പിക്കുന്നു. ഇങ്ങനെ വന്നാ മതി. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ച ഷാർജിന്ന് ഇങ്ങനെ വന്നാ മതിയോ ഒന്ന് കേട്ടോട്ടെ ആൾക്കാർ. പോരെ, ടിക്കറ്റ് എടുത്തു വന്നാ പോരാ, വല്ലതും കൊണ്ടുവന്നെന്ന് ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ഓരോന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചോളൂ. ഇങ്ങനെ പെട്ടെന്ന് പോയിക്കോട്ടെ. ഓരോന്ന് നമുക്കിങ്ങനെ ഓരോന്ന് വരട്ടെ. സിറാജിൽ വന്ന പരസ്യങ്ങളാണ്, കുറച്ചൊന്ന് കണ്ടോട്ടെ. ഞാനൊന്ന് ചിലതൊക്കെ കാണുമ്പോൾ ഒന്ന് വിശദീകരിക്കാനുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കാണിക്കാം കേട്ടോ. ഒരു പരസ്യമാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയിൽ ബീവിമാരാണ്. പോട്ടെ, അടുത്ത വരട്ടെ കേട്ടോ. ഓരോന്ന് നിങ്ങൾ കണ്ടോളിൻ. ഓരോന്ന് ഇങ്ങനെ വരുന്നുണ്ട്, പേരോട് കാണട്ടെ. അതായി ആരാ വന്നിരിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാര്. തൂവെണ്മയാർന്ന ജിഹ്വ, ജിഹ്വയിൽ ഇങ്ങനെ വരികയാണ്. അടുത്ത വരട്ടെ. ഓ, എന്താ സിനിമന്റെ പരസ്യം! കഥ പറയുമ്പോൾ ആരാ? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യപ്പെട്ട നേതാവെന്നല്ലേ അല്ലേ? കാരണം ആ പണ്ഡിതന്മാരുടെ അതാ അടുത്തത് വന്നു. പർദ്ദയിട്ട പെണ്ണ്, പർദ്ദയിടാത്തത്, ആരൊക്കെയാ വരുന്നത്? ആരൊക്കെയാ ബീവിമാര് വരുന്നത്? ഇനിയും കണ്ടോ, ഇടക്കിങ്ങനെ വരുന്നു സിറാജ്. മറക്കണ്ടാന്ന് ഓർമ്മപ്പെടുത്ത്. ഇടക്കിങ്ങനെ സിറാജ് കാണിക്കുമ്പോഴേ വരട്ടെ, ഓരോന്ന് പെട്ടെന്ന് വരട്ടെ. കണ്ടോളി, നിങ്ങളൊന്ന് മറുപടി പറയണം. ഇത് ഗൾഫിൽ നിന്ന് പോയിട്ട് എന്തിനാ അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് വരുന്നല്ലേ? അവിടെ വന്ന പരസ്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അടുത്ത പരസ്യം നിങ്ങൾ നോക്കൂ. ഇത് മാതൃഭൂമിയിലും മനോരമയിലൊന്നും അല്ല, സുന്നത്ത് ജമാഅത്തിന്റെ കണ്ടോ, സൃഷ്ടാവിന്റെ വിളിക്കുത്തരമേകി വിശുദ്ധിയിലേക്ക് എന്നൊക്കെയുള്ള സിറാജിൽ അതാ വന്ന് നിൽക്കുന്നു. ആരൊക്കെയാണ് കണ്ടോ പരസ്യങ്ങൾ? ആരൊക്കെയാ വന്ന് നിൽക്കുന്നത്? ഇനിയും നിങ്ങൾ നോക്കൂ, അടുത്തത് വന്നു. വരട്ടെ, ഓരോന്ന് കണ്ടോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കൂ നിങ്ങൾ, ഓരോന്നിന്റെ പരസ്യമാണ്. ഇതൊക്കെ സിറാജാട്ടോ, അങ്ങാടിയിലെ മാർക്കറ്റിലെ ചുമരും വന്നെടുത്ത ഫോട്ടോ ഒന്നുമല്ല. മനസ്സിലാക്കണം. കുറച്ചൊന്ന് കാണിച്ചതാണ്. ഇനി ഒരു അവകാശവാദവും കൂടി ഉണ്ട് വായിക്കാൻ. എന്ത്? ഈ സിറാജിനുള്ളൊരു പോരിശുണ്ട് ഇതിന്റെ തുടക്കത്തിൽ. അതൊന്ന് കേട്ടോളിൻ. സിറാജ് ഫണ്ട് ഇതിന്റെ പബ്ലിക്കേഷൻസ് കൊടുത്തൊരു പരസ്യമാണ്. എന്താ കൊടുത്തത് കേട്ടോളൂ. സിനിമ പോലുള്ള ഇസ്ലാമിക വിരുദ്ധ പരസ്യങ്ങളും മറ്റും സ്വീകരിച്ചുകൊണ്ടാണ് മറ്റു പത്രങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് തികച്ചും ഇസ്ലാമികമായി തന്നെ സിറാജ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കണ്ടോ, ഇപ്പൊ കണ്ടില്ലേ? വാക്കൊന്ന്, പ്രവൃത്തിയൊന്ന്, പറഞ്ഞതൊന്ന്, കാണിച്ചതൊന്ന്, എഴുതിയതൊന്ന്, പ്രവർത്തിച്ചതൊന്ന്. കാപട്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോ പേരോടിന് മതിയായോ? പോരെങ്കിൽ ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത വരവിന് ഫോറിൻ പത്രം ഇനിയും കൊണ്ടുവരാൻ കേട്ടോ. ആവശ്യമാണെങ്കിൽ
ഒന്ന് അറിയിക്കണേ. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അബൂദാബിയിൽ നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്. SYS-ഉം സിറാജും ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണേ. SSF-കാരൻ പത്രം തൊക്കിലെടുക്കി നടക്കുന്നു, അതുപോലെ തന്നെ SBS-കാരൻ നടക്കുന്നു, അതുപോലെ തന്നെ SYS-കാരൻ നടക്കുന്നു. ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആ സന്ദേശങ്ങളാണ് കണ്ടത്, അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ സുന്നത്ത് ജമാഅത്ത് എന്ന് പേരിടുന്നു. പറയുന്നതും ചെയ്യുന്നതുമൊക്കെ അതിന് നേരെ എതിരാണ്. ഒന്നുകിൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരൂ, അതല്ലെങ്കിൽ ഫാസിക്കാണ്, ധിക്കാരികളാണ്, തെമ്മാടികളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തിയാൽ മതി. ഓർമ്മപ്പെടുത്തുകയാണ്, എത്ര തോന്നിവാസമാണ് കാണിച്ചതിലും അപ്പുറം ഇനിയും ധാരാളം സ്റ്റോക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരവസ്ഥയിലേക്കല്ലേ, ഇതല്ലേ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? കാന്തപുരം അതിൻ്റെ മധു പറഞ്ഞു, എല്ലാവരും അതിൻ്റെ മധു പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു പ്രത്യേകമായ ജനതയുടെ മുമ്പിലേക്ക്, ഈ കാലഘട്ടം വളരെ ദുഷിച്ചുപോയ കാലമല്ലേ, ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമികമായി കൊണ്ടുപോകാൻ കഴിയാത്തവർ ആരായാലും ആ പണി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇസ്ലാമിനോട് ബാധ്യതയുണ്ട്. പത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് സർവ്വ തോന്യാസങ്ങളും ഇതുപോലെ സിറാജ് പ്രസിദ്ധീകരിക്കും പോലെ മാധ്യമവും പ്രസിദ്ധീകരിക്കാറില്ലേ? ഈ കണ്ട ചിത്രങ്ങളൊക്കെ മാധ്യമത്തിലും ഉള്ളതാണ്. അവർ നല്ല പിള്ള ചമയേണ്ടതില്ല. അള്ളയല്ലാതെ വിധിക്കാൻ അധികാരമുള്ള ഹാക്കിമില്ല എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ജമാഅത്തുകാരെ, ഓ ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള ചിത്രങ്ങൾ, ഇതുപോലെയുള്ള ആ രൂപത്തിലുള്ള ആ ഫോട്ടോകൾ മാധ്യമത്തിലും കാണുന്നു. ഇസ്ലാമാണോ? അല്ലാഹുക്കല്ലാതെ വിധിക്കാൻ അധികാരമില്ലെന്ന നിയമം പത്രരംഗത്ത് ഒഴിവാക്കിപ്പോയോ? പത്രരംഗത്ത് ഞങ്ങൾക്ക് വിധി തരുന്നത് ശൈത്താനാണെന്നാണോ, താഗൂത്താണെന്നാണോ? ഒന്ന് ചിന്തിക്കണേ മുസ്ലിമീങ്ങളെ. സിറാജിന്റെ അതേ ലൈനിൽ നിങ്ങളും സ്വീകരിക്കുന്നു. എല്ലാവരോടും പറയട്ടെ, ഏത് പരസ്യ കമ്പനിയാണെങ്കിലും, ഏത് വസ്ത്രത്തിന്റെ വസ്ത്ര കടയുടെ ഉടമകളാണെങ്കിലും, ജ്വല്ലറിയുടെ ഉടമകളാണെങ്കിലും, സർവ്വ മുസ്ലിമീങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള പരസ്യങ്ങൾ ഈ പത്രത്തിൽ വരുന്നത് മാത്രമല്ല, നിങ്ങൾ ബാനറായി കെട്ടരുത്, നിങ്ങൾ ഷോപ്പിൽ പ്രദർശിപ്പിക്കരുത്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും നിങ്ങൾ ആരും കൊടുക്കരുതേ. അതൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ കച്ചവടത്തിന് ബർക്കത്തുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഓരോ രംഗങ്ങളിലും ഏത് മുതലാളിമാരാണെങ്കിലും, ഏത് മുസ്ലിം ആണെങ്കിലും കക്ഷിഭേദമില്ലാതെ എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ സഹോദരൻ വിനയത്തോടെ പറയട്ടെ, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറുണ്ടോ? കച്ചവടത്തിൽ അത് ഒഴിവാക്കിയാലും ബർക്കത്ത് തരുന്നത് അള്ളയാണ് കേട്ടോ. അള്ളാന്റെ ഖജാന വിശാലമാണ്. കൊടുത്താ തീരാത്തത്ര നിറഞ്ഞു നിൽക്കുന്ന ഖജനാവാണത്. ഹറാമ് ചെയ്താലേ കച്ചവടം നടക്കൂ എന്ന് തോന്നിപ്പോണ്ട. നിങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ഏത് മേഖലയിൽ സൂക്ഷ്മത പാലിച്ചാലും അള്ളാന്റെ സഹായം ഉണ്ടാകും കേട്ടോ. അത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ച ആശയമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ ദാ സൂറത്തു ത്വലാഖിലൂടെ പഠിപ്പിക്കുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, സർവ്വ സഹോദരങ്ങളോടും പറയുന്നു,
സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും പത്രത്തിൽ കൊടുക്കുന്നതാണെങ്കിലും ബാനറിലാണെങ്കിലും ഏത് നിലക്കുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും സർവ്വ മുസ്ലിം സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുള്ളതാണ്. എത്രയോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതാ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? വമയ്യത്തഖില്ലാ, ആര് അല്ലാഹനെ സൂക്ഷിക്കുന്നുവോ യജഅൽ ലഹു മഖ്റജാ, അവന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി അല്ലാഹ് തരും കേട്ടോ. നിങ്ങൾ